മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപക ദിനാഘോഷം നടന്നു. മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാഘോഷം നടന്നു. കൊച്ചി മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് സ്ഥാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊച്ചി മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാദുഷാ പതാക ഉയർത്തി. മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നിയാസ്, ട്രഷറർ ടി കെ ഷഹീർ, NE സുബൈർ, KH അൻവർ, ഫവാസ് തങ്ങൾ, S ഷംസു, PM നവാസ്, MH അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനം ആചരിക്കുകയാണ്. 1948 മാർച്ച് മാസം 10-ാം തീയതി തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലെ രാജാജി ഹാളിൽ വെച്ച് സ്ഥാപിതമായ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ് കഴിഞ്ഞ 77 വർഷക്കാലമായി കേരളത്തിലും ഇന്ത്യയിലും വളരെയേറെ പ്രശംസാർഹമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ സംരക്ഷണം മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ട് കഴിഞ്ഞ 77 വർഷങ്ങളായി. ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു മഹാരാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ഈ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മ വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയും മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയിൽ വളരെയേറെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാവുന്നതാണ്. വീണ്ടും കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗ് വളരെയേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.